ഹെവി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. മാം, ഷെയർഡ് സൈക്കോസിസ് കാഷ്വൽ പക്ഷേ പ്രിവാലന്റ് അല്ലേ? ബുരാരി കേസിലൊക്കെ അതല്ലേ? ഷെയർഡ് സൈക്കോസിസും പിന്നെ ഷെയർഡ് OCD എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ട്. നമ്മളെ പോലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ടേംസ് ഒക്കെ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ചോദിക്കുന്നത്. ഇപ്പൊ ഒരു സൈക്കോട്ടിക് സിംറ്റം ഉള്ള ഒരാളാന്ന് വിചാരിക്കും. ഇപ്പൊ നമ്മളൊരു കെയർ ടേക്കർ ഉണ്ടാവും, ഇപ്പം മദർ ആയിരിക്കാം അല്ലെങ്കിൽ ഫ്രണ്ട് ആയിരിക്കും, ആരും ആയിക്കോട്ടെ. അപ്പോൾ അവര് ഒരു 24/7 ഇവര് സിംറ്റംസ് കാണുകയാണ്, ഇവരിങ്ങനെ പരിചരിക്കുകയാണ്. അപ്പം ചില കേസസിൽ ഓരോരുത്തർ ഡിഫറെൻ്റ് ആട്ടോ. ഓരോ പേഴ്സണാലിറ്റിക്ക് അനുസരിച്ച് ചിലപ്പം ഈ സിംറ്റംസ് അവർക്കും വരാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ആ ഒരു കേസ് കാര്യങ്ങളൊക്കെ പറഞ്ഞ തന്നെ ഈ സെയിം സിംറ്റം, ഇപ്പോൾ ഈ ഒരു ക്ലയൻറ്റിന് ഉണ്ടാകുന്ന സെയിം സിംറ്റംസ് തന്നെ ഈ റിലേറ്റീവും ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ മിമിക് ചെയ്യും. അത് ഓരോ പേഴ്സണാലിറ്റിക്ക് അനുസരിച്ചിരിക്കും അവരെങ്ങനെയാണ് അതിനെ എടുക്കുന്നത് എന്നൊക്കെ അനുസരിച്ച്. ഒന്നും കൂടെ ഞാൻ പറഞ്ഞു നോക്കാം, ഒരു ആൾക്കാർക്ക് മനസ്സിലാവണ പോലെ. ഇപ്പോൾ സൈക്കോസിസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഒരു സാധനമാണ് ഈ സംസാരിക്കുമ്പോൾ ചില ആൾക്കാർ സർക്കംസ്റ്റൻഷ്യൽ ആയിട്ട് പറയും. സർക്കംസ്റ്റൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് മൂക്ക് പിടിക്കുന്ന പോലെ സംസാരിക്കും. അപ്പം നമ്മളിപ്പോൾ നിങ്ങളെ ഭാര്യയാണോ നിങ്ങളെ ഈ അവസ്ഥയ്ക്ക് കാരണം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ചിലപ്പം പറയാം എൻ്റെ ഭാര്യയുടെ ഉമ്മ അങ്ങനെ, ആ സ്ത്രീ ഇങ്ങനെ ആയിരുന്നു, അങ്ങനെ അങ്ങനെ. നമ്മൾ തന്നെ അങ്ങനെ ആലോചിക്കും ഇത് ചോദിച്ചതിനുള്ള ഉത്തരത്തേക്കാണോ ഇയാൾ പക്ഷെ വളഞ്ഞു തിരിഞ്ഞ് അയാൾ ലാസ്റ്റ് ആ ഉത്തരത്തേക്ക് അതാണ് മാഡം ഞാൻ പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു 3 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടാണ് അവിടെ എത്തുക. അതിനാണ് നമ്മൾ സർക്കംസ്റ്റൻഷ്യൽ എന്ന് പറയുക. പക്ഷേ അങ്ങനെ പറഞ്ഞു അങ്ങനെ പോവുകയാണെങ്കിൽ അതിന് നമ്മൾ ടാൻജൻഷ്യൽ എന്ന് പറയും. നമ്മൾ ചോദിച്ചതിന് ഉത്തരം കിട്ടില്ല, അവർ വേറെ എന്തൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് അങ്ങോട്ട് പോകും. അപ്പോൾ ഈ സർക്കംസ്റ്റൻഷ്യാലിറ്റി ടാൻജൻഷ്യൽ. ഇപ്പം അനൈന മാമിന് സൈക്കോസിസ് ഉണ്ട്. ഞാൻ അനൈന മാമിൻ്റെ കൂടെ തന്നെയാണ് ഒരു 10 വർഷമായിട്ട് നിൽക്കുന്നത്. അനൈന മാം എന്ത് ചോദിച്ചാലും സർക്കംസ്റ്റൻഷ്യലായിട്ട് പറയുന്ന ആളാണെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോൾ ഞാനും അതേപോലെ സർക്കംസ്റ്റൻഷ്യലായിട്ട് പറഞ്ഞ് തുടങ്ങും. അത് നമ്മൾ ഹാബിറ്റ് നമ്മൾ ലേൺ ചെയ്യും. ഇപ്പം നമ്മൾ ചുറ്റുമുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് ഹാബിറ്റ്സ് നമ്മൾ അങ്ങനെ അഡാപ്റ്റ് ചെയ്ത് അവരെ കേട്ട് നമ്മൾ എടുക്കുന്ന പോലെ തന്നെ ഇപ്പോൾ നമുക്കൊരു, ഞാൻ പറയുന്ന ഇപ്പോൾ ഒരു കാർഡിയാക് ഡിസീസ് ഉള്ള ഒരു പേഷ്യൻറ്റ്, ഇപ്പോൾ ഹാർട്ട് ഡിസീസ് ഉള്ള ഒരു പേഷ്യൻറ്റിന് ഇങ്ങനെ നമ്മൾ ചോദിക്കും ഇങ്ങനെ അച്ഛനും അമ്മയ്ക്കും ആർക്കെങ്കിലും ഇങ്ങനത്തെ ഡിസീസ് ഹിസ്റ്ററി ഉണ്ടോ എന്ന്. അതുപോലെ ഈ സൈക്കോളജി ഡിസോർഡേഴ്സ് ഇങ്ങനെ ജനറ്റിക്കലായിട്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ടോ? അതേപോലെ തന്നെ മെഡിക്കൽ ഡിസീസ് പോലെ തന്നെ സാധ്യതയുണ്ട്. ഇപ്പോൾ മദർ ആങ്ഷ്യസ് ആണെങ്കിൽ ചൈൽഡും ആങ്ഷ്യസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ OCD കേസസിലൊക്കെ നമ്മൾ നോക്കിയാൽ കിട്ടും, ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള ആർക്കെങ്കിലും ചിലപ്പോൾ ഈ OCDന്റെ സിംറ്റംസ് ഉണ്ടാവും. പ്രത്യേകിച്ച് 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇങ്ങനത്തെ സിംറ്റംസ് കാണിക്കണമെങ്കിൽ എന്തായാലും ഒരു പാരമ്പര്യ ഒറിജിൻ, ഏതെങ്കിലും ഒരു ആൻസസ്ട്രിയിൽ ആ സാധനം ഉണ്ടാവണം. ആസ് എ സൈക്കോളജി സ്റ്റുഡൻറ് എനിക്ക് ദേഷ്യം വരുമ്പോൾ ആളുകൾ എപ്പോഴും പറയും നീ സൈക്കോളജി സ്റ്റുഡന്റ് അല്ലേ, നിനക്ക് ദേഷ്യം വരാമെന്ന്. അതുപോലെ തന്നെ ഈ കുറുന്തോട്ടിക്കും വാദം വരുമെന്ന് ചോദിച്ച പോലെ എല്ലാരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, നീയൊക്കെ ഒരു സൈക്കോളജിസ്റ്റ്. നമ്മളെല്ലാ സൈക്കോളജിസ്റ്റുമാരും അത് കേട്ടിട്ടുണ്ടാവും, നമ്മുടെ പാരന്റ്സിന്റെ അടുത്ത് നിന്ന് തന്നെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അത് അതിനുള്ളൊരു ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സൈക്കോളജിസ്റ്റ് ആണെന്നൊന്നുമില്ല, നമുക്കും അസുഖങ്ങൾ വരാം. പിന്നെ ഇമോഷൻസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ള കാര്യമാണല്ലോ. ദേഷ്യം പിടിക്കുക, സങ്കടം വരിക, അല്ലെങ്കിൽ വഴക്ക് പറയുക, ഇത് എല്ലാവർക്കും വരുന്നൊരു ഇമോഷനാണ്. അപ്പോൾ അതിന് നമ്മളൊരു സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ട് ഈ ഇമോഷൻ കാണിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. വേറൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. കുറെ പേർ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ അസേർട്ടീവ് അല്ലാന്ന്. അതെന്താണ്? ഞാൻ ബാക്കിയുള്ളവരോട് കാര്യത്തിന് കയർത്ത് സംസാരിക്കാത്തത് കൊണ്ടാണോ ഞാൻ അസേർട്ടീവ് അല്ല? നമ്മൾ നല്ല ഭംഗിയിൽ പറഞ്ഞ് കാര്യം നേടിയെടുക്കുന്ന, നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞ് യെസ് പറയേണ്ടടുത്ത് യെസ് പറഞ്ഞു. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഒരു കുട്ടിയില്ലാത്ത ഒരു അമ്മ ഉണ്ടായിരുന്നു. ആ അമ്മ അപ്പുറത്തെ വീട്ടിലെ കുട്ടീനെ എപ്പോഴും രാവിലെ കളിപ്പിക്കാൻ ചെല്ലും. ആ കളിപ്പിക്കാൻ പോകുമ്പോൾ ഈ ചില ആൾക്കാർക്കുണ്ട് ഈ കുട്ടികളില്ലാത്തവർക്ക് സ്വന്തം കുട്ടീനെ കൊടുക്കരുത്, കുട്ടിക്ക് എന്തോ റോങ് ആയിട്ട് വരും എന്നൊക്കെ ഒരു അന്ധവിശ്വാസമൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുമ്പം ഒരു പയ്യൻ ഇങ്ങനെ അതിൽ കൂടെ നടന്നു പോയപ്പം എന്തോ ഒന്ന് പറഞ്ഞു എന്ന്. അതേപോലെ ഒരു ദിവസം തേങ്ങ ഇടാൻ വേണ്ടിയിട്ട് ഒരു ആൾ വന്നിരുന്നു, തെങ്ങുമ്മ കയറുന്ന ആൾ. അയാൾ എന്തോ ഒരു സാധനം പറഞ്ഞ് ഇവർക്കത് ഭയങ്കര വിഷമായി. ഇതുമായിട്ട് കുട്ടീനെ കൊടുക്കണ്ട, കുട്ടീനെ ഇവർ അടിച്ചുകൊണ്ട് പോകും എന്നൊക്കെ ഉള്ള പോലെ എന്തോ ഒരു സാധനം പറഞ്ഞു. അപ്പം ആ കുട്ടീൻ്റെ അടുത്ത് വന്നു. ഇതേപോലെ പല ഇൻസിഡൻറ്റ്. ഞാൻ ഇയാളെ അസേർട്ടീവ്നെസ് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്നൊക്കെ പഠിപ്പിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഞാൻ അസേർട്ടീവായി അയാൾക്കൊരു ഉത്തരം കൊടുത്തു മാഡം എന്ന് പറഞ്ഞു. എന്താ ഉണ്ടാകുക വെച്ചാൽ ഇയാൾ തെങ്ങുമെന്ന് ഇറങ്ങിയപ്പോൾ പറഞ്ഞു സ്വന്തം പറമ്പിൽ തേങ്ങ ഇല്ലെങ്കിൽ അപ്പുറത്തെ പറമ്പിൽ വീണ തേങ്ങ എടുക്കാൻ എന്തോ ഒന്നായാലും അയാളുടെ സ്റ്റാൻഡേർഡിന് അയാൾ പറഞ്ഞപ്പം
ഇവരും അതേപോലെ തെങ്ങ് ചതിച്ചാലും തേങ്ങ ചതിച്ചാലും തെങ്ങ് ചതിക്കൂലെന്നോ അങ്ങനെ എന്തോ ഒരു സാധനം ഇവർ തിരിച്ച് അപ്പം തന്നെ അങ്ങോട്ട് ചിരിച്ച് പറഞ്ഞു. അപ്പോൾ ഇത് അസേർട്ടീവ്നെസ് ആണ്. അപ്പോൾ അത് പറഞ്ഞ കൂട്ടത്തിൽ ഇപ്പം തിരിച്ച് കിട്ടിയപ്പോൾ പിന്നീട് അയാൾ ഇവരെ ഉപദ്രവിക്കുക ഇതേപോലെ പറയാൻ വന്നില്ല. അതല്ലാണ്ട് എല്ലാവരും തരുന്നത് വാങ്ങിയിരിക്കുക എന്നുള്ളൊരു പേഴ്സണാലിറ്റി ആണെങ്കിൽ നിങ്ങൾ അസേർട്ടീവ്നെസ് എന്തായാലും പഠിച്ചേ പറ്റും. പ്രത്യേകിച്ച് മാരേജ് ഒക്കെ കഴിയുമ്പോൾ കപ്പിൾസിലൊക്കെ കാണുന്നതാണ്. അതായത് ഇപ്പോൾ വൈഫൊക്കെ ആണെങ്കിൽ ഹസ്ബൻഡിനോടല്ലെങ്കിലും അമ്മായിയമ്മ അമ്മായിയച്ഛൻ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ ആദ്യമൊക്കെ ഇവരെ ഒരു പേഴ്സണാലിറ്റി സാധനങ്ങളൊക്കെ മാച്ച് ചെയ്യാൻ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്നിട്ട് ഇവർ പറയുന്നതൊക്കെ കേട്ടിരിക്കും, ചിലപ്പോൾ ഒന്നും മിണ്ടൂല. പിന്നെ കുറച്ച് ഇയേഴ്സ് കഴിയുമ്പോഴേക്കും ഇവർ തിരിച്ച് പറയാൻ തുടങ്ങുന്നത്. അപ്പോൾ ആൾക്കാർക്ക് ഇവർക്ക് എന്തോ അഗ്രസീവായിട്ടാണ് ഇവർ സംസാരിക്കുന്നത്, അല്ലെ ഇവർക്ക് സംസാരിക്കാൻ അറിയില്ല എന്നുള്ള പോയിന്റിലൊക്കെ വരും. ഇത്രയും കാലം ഇല്ലാത്ത ഒരു സ്വഭാവം എന്താ എനിക്കിപ്പോ എന്നൊക്കെ. അപ്പൊ ആദ്യത്തില് നമ്മൾ ശരിക്കുള്ള സ്വഭാവം കാണിക്കുക, പക്ഷെ അത് അസേർട്ടീവിലൂടെ നല്ല വൃത്തിക്ക് കാണിക്കുക. പിന്നെ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അതായത് ഇപ്പോൾ നമ്മുടെ യൂട്യൂബിലായാലും എല്ലായിടത്തും ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യുന്ന ഒരു സാധനം അവിഹിതം എന്ന് പറയുന്ന ഒരു സംഗതി. അപ്പോൾ ഇത് ഒരു കപ്പിളായിട്ട് ഇരിക്കുമ്പോൾ തന്നെ ഒരാൾ മറ്റൊരാളുടെ കൂടെ പോകുന്നു, അതിനെയാണല്ലോ നമ്മൾ അവിഹിതം എന്ന് പറയുന്നത്. അത് ശരിക്കും ഒരു സൈക്കോളജിയിൽ വരുന്ന ഒരു ഡിസോർഡർ അങ്ങനെ എന്തെങ്കിലും ആണോ? അങ്ങനത്തെ കേസുകൾ നിങ്ങൾക്ക് വരാറുണ്ടോ? ഒരുപാട് പേര് മാരേജിൽ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യാൻ ഇവർക്ക് പേടിയാണ്. ആൾക്കാരെന്ത് പറയും, നാട്ടുകാരെന്ത് പറയും, മതം എന്ത് പറയും, പള്ളി കമ്മിറ്റിയിൽ എന്ത് പറയും. അപ്പം ഡിവോഴ്സ് ചെയ്യാതെ, അതായത് ഞാനും നീയും നോ ലോങ്കർ വി ഹാവ് എ ലവ് കമ്മിറ്റ്മെൻറ്റ് പാഷൻ ഇതൊന്നും നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. നമ്മളെല്ലാ ദിവസവും നമ്മൾ ഓരോ 2 വർഷം കൂടുമ്പോൾ നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മളിങ്ങനെ ഓരോന്ന് പഠിച്ചുകൊണ്ടിരിക്കില്ല. അപ്പം നമ്മൾ മാറും. അപ്പോൾ ചിലപ്പം ഹസ്ബൻഡ് മാറി വേറൊരു കോലത്തിലായിട്ടുണ്ടാവും, വൈഫ് മാറി വേറൊരു ആശയങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവും. അപ്പം എൻ്റെ അടുത്തൊരു ക്ലൈൻറ്റ് പറഞ്ഞാണ്, എനിക്ക് വൈന് കുടിക്കുന്നൊന്നും തീരെ പണ്ട് ഇഷ്ടമില്ലായിരുന്നു, പക്ഷെ പെൺകുട്ടിയാണ്, എനിക്കിപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ വൈന് കുടിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ഹസ്ബൻഡ് പറയുന്നത് എന്താ വെച്ചാൽ, ഞാൻ ആദ്യം ഇങ്ങനെയൊക്കെ താല്പര്യമുള്ള ആളായിരുന്നു, ഇവളാണ് എന്നെ മാറ്റി ഇങ്ങനെ ഒരു നല്ലവനാക്കിയത്, അപ്പോൾ ഇനി എനിക്ക് പറ്റൂല. അപ്പം വൈഫിന് ഇനിയിപ്പോൾ അങ്ങനത്തെ ഒക്കെ ഒരു ഇത് വേണം. അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വൈഫിന് ഇതേപോലെ താല്പര്യമൊക്കെയുള്ള ഒരാളെ കിട്ടി, സുഹൃത്തിനെ കിട്ടിയപ്പോൾ വൈഫിന് അയാളുടെ കൂടെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായി. അങ്ങനെയൊക്കെ അപ്പം മാറ്റങ്ങൾ വന്നു കഴിയുമ്പോൾ നമ്മൾ തമ്മിലുള്ള കമ്പാറ്റബിലിറ്റിക്ക് ഇഷ്യൂസ് വരുമ്പോഴാണ് ഒരാൾ കൂടുതലും ഈ ഒരു ചീറ്റ് ചെയ്യാനായിട്ട് പോവുക. പിന്നെ അയാൾക്കൊരു മൊറയിലുണ്ട്. അതായത് ഞാനൊരു മാരേജ് എന്ന് പറയുന്ന ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ എന്തൊക്കെ സുഖലോലുപങ്ങൾ ഉണ്ടെങ്കിലും എനിക്ക് നീ നിനക്ക് ഞാൻ എന്ന് പറഞ്ഞ് നമുക്കൊരു സാമ്രാജ്യം പണിതെടുക്കാം എന്ന് പറയുന്ന ഒരു പ്രോമിസ് ആണല്ലോ നമ്മൾ ഈ അഗ്നിനെ സാക്ഷിയാക്കി ഈ ചുറ്റുമ്പോൾ ഹിന്ദുസൊക്കെ ചെയ്യുന്ന പോലെ. അപ്പം അത് ബ്രീച്ച് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ചീറ്റിംഗ് ആണ്. അതിനെ വിട്ടിട്ട് നിങ്ങൾ ആരുടെയും കൂടെ വേണമെങ്കിൽ പോയിക്കോ, പക്ഷെ മാരേജിൽ നിന്നുകൊണ്ട് നിങ്ങൾ ചീറ്റിംഗ് ചെയ്യാൻ പാടില്ല. പിന്നെ അതിലെന്താ വരുന്നതെന്ന് വെച്ചാൽ ചില ആളുകൾക്ക് അവരുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു ഇഷ്യൂ വരുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഉള്ള ആളുകൾക്കൊക്കെ അവർ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ടിരിക്കുകയും പിന്നെ ഏതിനാ പ്രയോറിറ്റി എടുക്കേണ്ടത് അറിയില്ല. ഫ്രണ്ട്സിനെയും ഇപ്പോൾ ഹസ്ബൻഡിനൊക്കെ ഒരേ ലെവലിൽ കൊണ്ടുവരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് ആയിട്ട് പിന്നെ അതൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതും കാണാറുണ്ട്. അപ്പോൾ അവർക്കൊരു പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റാതെയും പിന്നെ ഈ അസേർട്ടീവ്നെസ് സ്കില്ല് മെയിനായിട്ട് ഇല്ലാതെയും നോക്കുന്നുണ്ട്. നമ്മൾ കണ്ടിട്ടുള്ള അധിക ലവ് മാരേജസുകളും ബ്രേക്കപ്പിനെ സമാധാനിക്കാൻ പോയ ആൾക്കാരാ. ബ്രേക്കപ്പിനെ സമാധാനിപ്പിക്കാൻ പോയിട്ട് പിന്നെ അവിടെ നമ്മൾ ഡിപ്പെൻഡൻ്റ് ആയി അവരെ സമാധാനിപ്പിച്ച് പിന്നെ ലാസ്റ്റ് അതൊരു റിലേഷൻഷിപ്പായി അവർ കല്യാണം കഴിക്കും. അത് ഒരുപാട് സ്ഥലത്ത് കാണുന്നു. അപ്പോൾ സുഹൃത്ത് ബന്ധങ്ങൾ വെക്കുന്ന സമയത്ത് നിങ്ങൾ വളരെ നല്ല ഭംഗിയിൽ സുഹൃത്തുക്കളായി ഇരിക്കുന്നത്, നല്ല സുഹൃത്തുക്കളായി എല്ലാ കാലവും ഇരിക്കുന്നതാണ് അതിൻ്റെ ഭംഗി. അവരെ നിങ്ങൾ ടേൺ ചെയ്ത് ലവറാക്കാൻ നോക്കരുത് എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. നമുക്ക് ക്വിക്കായിട്ട് 1-2 ക്വസ്റ്റ്യൻസും കൂടെ നോക്കാം. സ്കീസോഫ്രീനിയയുടെ സിംറ്റംസ് എല്ലാം കാണിക്കുന്നില്ല, ബട്ട് ഡയഗ്നോസ്ഡ് വിത്ത് ഇറ്റ്. ഹൗ ക്യാൻ വി അണ്ടർസ്റ്റാൻഡ് ഇഫ് ദർ ഇസ് നോ മെയിൻ സിംറ്റംസ് പ്രസന്റ്? ഓക്കെ, സ്കീസോഫ്രീനിയ എന്ന് പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് 2 ടൈപ്പ് ഓഫ് സിംറ്റംസിനെയാണ് നോക്കുക. പോസിറ്റീവ് സിംറ്റംസും അതേപോലെ നെഗറ്റീവ് സിംറ്റംസും. ഈ പോസിറ്റീവ് സിംറ്റംസ് എന്ന് പറയുമ്പോൾ ഈ ഹാലൂസിനേഷൻസ്, ഡെലൂഷൻസ്, അതായത് റിയാലിറ്റി ടച്ച് കുറച്ച് വിട്ടു പോകുന്ന കാര്യങ്ങളാണ് ഈ പോസിറ്റീവ് സിംറ്റംസിൽ പറയുന്നത്. അതേപോലെ നെഗറ്റീവ് സിംറ്റംസ് അവർക്കുള്ള സ്വഭാവത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ടാവും. ആൾക്കാരോട് സംസാരിക്കാണ്ടിരിക്കുക, എക്സ്പ്രഷൻസ് ഒക്കെ കുറഞ്ഞു പോവുക, ഇപ്പോൾ ജോലിക്ക് പോകുന്ന അതൊക്കെ സ്റ്റോപ്പ് ചെയ്യുക. അപ്പം സ്കീസോഫ്രീനിയ ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ തന്നെ അതിൽ പല ടൈപ്പ് ഉണ്ട്. അപ്പം അത് ഏതൊക്കെ സിംറ്റംസ് ആണെന്ന് നോക്കിയിട്ട് ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുക.